ഹലോ കൂട്ടുകാരെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ഹീറോയിൻ സ്ട്രീറ്റിലൂടെ നടന്നു വരുമ്പോൾ നമ്മുടെ ഹീറോ അവളുടെ നേരെ സ്ലോ മോഷനിൽ നടന്നു വരുന്നത് വരെയാണ് നമ്മൾ കണ്ടത്. ഇനി അവരുടെ ജീവിതത്തിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം. അവൻ അവളോട് പറയും, നിന്റെ കൃത്യമായ അഡ്രസ്സ് എനിക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒരുപാടധികം നിന്നെ അന്വേഷിച്ച് കറങ്ങിയെന്ന്. എന്നാൽ അപ്പോഴേക്കും നമ്മുടെ ഹീറോയിനാകട്ടെ സന്തോഷം കൊണ്ട് നമ്മുടെ ഹീറോയെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് അവൾ അവനോട് ചോദിക്കും, നീ എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന്. പണ്ട് ജപ്പാൻകാർ നോർത്ത് കൊറിയയിൽ നിന്ന് സൗത്ത് കൊറിയയിലേക്ക് ഒരു ടണൽ ഉണ്ടാക്കിയിരുന്നു. അത് വളരെ ഡേഞ്ചറസ് ആണ്. പക്ഷെ ഞാൻ അതിലൂടെ ഒരു ദിവസം ട്രാവൽ ചെയ്ത് നിന്റെ രാജ്യമായ സൗത്ത് കൊറിയയിലെ ഒരു ബീച്ചിലെത്തി. അവിടെ നിന്നാണ് ഞാൻ നിന്നെ അന്വേഷിച്ച് സിയോളിലേക്ക് വന്നതെന്ന് ഹീറോ അവളോട് പറയും. എന്നാൽ അവൻ വന്നതിന്റെ സന്തോഷത്തിൽ നമ്മുടെ ഹീറോയിനാകട്ടെ ആ സ്ട്രീറ്റിൽ വെച്ച് വീണ്ടും ഹഗ് ചെയ്യും. എന്നാൽ ഇതേ സമയം സൗത്ത് കൊറിയയിലെ പോലീസുകാർക്ക് ആ കേവിൽ നിന്ന് ഹീറോയുടെ നോർത്ത് കൊറിയൻ യൂണിഫോമിന്റെ ബാഡ്ജ് കിട്ടും. എന്നാൽ അപ്പോഴേക്കും അവൾ ഹീറോയെയും കൊണ്ട് അടുത്തുള്ളൊരു കോഫി ഷോപ്പിലേക്ക് പോയ ശേഷം ചോദിക്കും, നീ എന്നെ കാണാനാണോ ഇവിടെ വരെ വന്നത് എന്ന്. അപ്പോൾ ഹീറോ പറയും, നിന്നെ കൊല്ലാനായി ആ കള്ളൻ പോലീസുകാരൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അവനെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ഹീറോ അവളോട് പറയും. ഇത് നിന്റെ രാജ്യം പോലെയല്ല, ഇന്റർനെറ്റൊക്കെ ഉള്ളതാണ്. നിന്റെ ഫേസ് വല്ലവും ഇവിടുത്തെ പട്ടാളക്കാർ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ അത് പ്രോബ്ലം ആകുമെന്നും പറഞ്ഞ് ഒരു ടവൽ എടുത്ത് ഹീറോയുടെ ഫേസ് അവൾ കവർ ചെയ്യും. അതിനുശേഷം അവൾ ഹീറോയെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് വരും. എന്നാൽ അവളുടെ വലിയ ലക്ഷറി വീട് കാണുമ്പോൾ ഹീറോയ്ക്ക് വലിയ അത്ഭുതമാകും. എന്നാൽ ഇതേ സമയം സൗത്ത് കൊറിയയിൽ നിന്ന് ഹീറോയെ തിരികെ തന്റെ നാട്ടിലേക്ക് കൊണ്ടുവരാനായി ഹീറോയുടെ അച്ഛൻ ഹീറോയുടെ കൂട്ടുകാരൻ പട്ടാളക്കാരെയും സൗത്ത് കൊറിയയിലേക്ക് അയച്ചു. കള്ളം പോലീസുകാരന്റെ കൂട്ടുകാരനും ഇപ്പോൾ നല്ലവനായി ഹീറോയുടെ കൂട്ടുകാരോടൊപ്പം സൗത്ത് കൊറിയയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ ഇതേ സമയം നമ്മുടെ ഹീറോയിനും അവരുടെ സൗത്ത് കൊറിയയിലെ ഒന്നിച്ചുള്ള ആദ്യത്തെ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹീറോ അവളോട് ചോദിക്കും, നിന്റെ ഫാമിലിയുമായുള്ള പ്രശ്നങ്ങളെല്ലാം മാറിയോ എന്ന്. എന്നാൽ ഞാനും എൻ്റെ ചേട്ടന്മാരുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും കഴിയും. ഇപ്പോഴവർക്ക് എന്നോട് വലിയ സ്നേഹമാണെന്ന് ഹീറോയിൻ അവനോട് കള്ളം പറയും. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ്റെ ചേട്ടനും വൈഫും അങ്ങോട്ടേക്ക് വരും. എന്നാൽ അവരെ കണ്ട് പാനിക്കായ ഹീറോയിൻ പറയും, നമ്മൾ ഡോറ് തുറക്കാതിരിക്കുമ്പോൾ അവർ കുറച്ചു നേരം നിന്നിട്ട് തിരികെ പൊയ്ക്കൊള്ളുമെന്ന് പറയും. എന്നാൽ ഹീറോയിനെ കാണാതിരുന്ന സമയത്ത് ചേട്ടന്റെ വൈഫ് ഹീറോയുടെ വീട്ടിന്റെ ലോക്ക് മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ആ ലോക്ക് ഓപ്പൺ ചെയ്യുന്നത് കണ്ട ഹീറോയിൻ ഉടനെ തന്നെ ഹീറോയോട് അവിടെ എവിടെയെങ്കിലും പോയി ഒളിക്കാൻ പറയും. അങ്ങനെ അവർ അകത്തേക്ക് വരുന്നത് കണ്ട് ഹീറോയിൻ ചേട്ടനോട് ചോദിക്കും, എന്താ ചേട്ടാ ഈ സമയത്ത് ഇങ്ങോട്ടേക്കെന്ന്. എന്താ എനിക്ക് നിന്റെ വീട്ടിൽ വരാൻ വല്ല സമയം നോക്കണമെന്ന് പറഞ്ഞ് അവൻ നേരെ വീട്ടിനകത്തേക്ക് വന്ന് സോഫയിൽ. ഇതെല്ലാം തന്നെ നമ്മുടെ ഹീറോ അകത്തു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവർ രണ്ടുപേരും അവളോട് ചോദിക്കും, നീ ഇത്രയും കാലം നോർത്ത് കൊറിയയിലായിരുന്നു അല്ലേ? നിങ്ങൾ എന്താ പറയുന്നത്? ഞാൻ നോർത്ത് കൊറിയയിലൊന്നും അല്ലായിരുന്നു എന്ന് ഹീറോയിൻ പറയും. അവിടെ ആയിരുന്നു എന്നതിന് തെളിവുണ്ടെന്നും പറഞ്ഞ് സുന്ദരൻ വില്ലനോടൊപ്പം സംസാരിക്കുന്ന ഓഡിയോ എടുത്ത് അവൾക്ക് കേൾപ്പിച്ചു കൊടുക്കും. എന്നാൽ അപ്പോൾ ഹീറോയിൻ പറയും, ഞാൻ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നിട്ടും നിങ്ങൾ എന്നെ രക്ഷിക്കാൻ നോക്കിയില്ലല്ലോ എന്ന് പറയുമ്പോൾ, ഞങ്ങൾ ട്രൈ ചെയ്തു എന്ന് ചേട്ടനും ചേച്ചിയും പറയും. എനിക്ക് എല്ലാം മനസ്സിലായെന്ന് ഹീറോയിൻ പറയുമ്പോൾ അവളുടെ ചേട്ടൻ പറയും, നീ ഇനി നമ്മുടെ ഫാമിലി കമ്പനി ഏറ്റെടുക്കാൻ അങ്ങോട്ടേക്ക് വരരുതെന്ന് അവളുടെ ചേട്ടൻ ലാസ്റ്റ് വാണിംഗും കൊടുത്ത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ ഹീറോയിന്റെ ചേട്ടത്തി അമ്മ നമ്മുടെ ഹീറോയുടെ ഷൂ അവിടെ കിടക്കുന്നത് കാണും. ഇത് കാണുമ്പോൾ അവൾക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നും. അവർ പോയ ശേഷം പണത്തിന്റെ വില പോലും എന്റെ ചേട്ടൻ എനിക്ക് നൽകിയിട്ടില്ല എന്ന് ഓർത്ത് വിഷമിക്കുമ്പോൾ നമ്മുടെ ഹീറോ അവളുടെ അടുത്തേക്ക് വന്ന് നമ്മുടെ ഹീറോയിനെ കെട്ടിപ്പിടിച്ച ശേഷം, നീ വിഷമിക്കേണ്ട, നിനക്ക് ഞാനുണ്ട് എന്ന് പറയും. എന്നാൽ അപ്പോൾ ഹീറോയിൻ പറയും, നീ ഇനി ഒരിക്കലും ഇവിടെ നിന്ന് പോകാതിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, നിനക്ക് എന്നോടൊപ്പം നിന്നൂടെ എന്ന് അവൾ ചോദിക്കും. എന്നാൽ ഇതേ സമയം നമ്മുടെ ഹീറോയെ അന്വേഷിച്ചു വന്ന അവന്റെ കൂട്ടുകാർ സൗത്ത് കൊറിയയിലെ വണ്ടേഴ്സൊക്കെ കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. എന്നാൽ നോർത്ത് കൊറിയയിലെ ആ ഗ്രാമത്തിലെ പെണ്ണുങ്ങളാകട്ടെ ഒരു കൈനോട്ടക്കാരിയെ പോയി കാണുകയാണ്. എന്നാൽ ആ മന്ത്രവാദി തള്ള അവരുടെ കൈയൊക്കെ നോക്കിയ ശേഷം പറയും, നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കണം, വളരെ വലിയൊരു കഷ്ടകാലമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നതെന്ന്. എന്നാൽ അന്ന് വൈകിട്ട് ആ കള്ള പോലീസുകാരനെ സഹായിച്ച എല്ലാ പട്ടാളക്കാരുടെയും അടുത്തേക്ക് ഹയർ ഒഫീഷ്യൽസ് വരികയും അവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യും. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ നമ്മുടെ സുന്ദരൻ വില്ലന്റെ മാനേജർ അവന്റെ അടുത്ത് വന്ന് പറയും, ഇത്രയും വേഗം നമ്മൾ ഈ രാജ്യം വിട്ടില്ല എങ്കിൽ നമ്മളെയും പോലീസുകാർ അറസ്റ്റ് ചെയ്യുമെന്ന്. അങ്ങനെ അവർ തങ്ങളുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെടാനായി ഒരുങ്ങും. എന്നാൽ ഇതേ സമയം നമ്മുടെ ഹീറോയുടെ അച്ഛൻ തന്റെ വൈഫിനോട് പറയും, നമ്മുടെ മകൻ സൗത്ത് കൊറിയയിൽ പോയത് വല്ലതും ഇവിടുത്തെ സൊസൈറ്റി അറിയുകയാണെങ്കിൽ അവൾ കുടുംബമടക്കം ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് പറയും. എന്നാൽ ഇത് കേട്ട നമ്മുടെ ഹീറോയുടെ അമ്മ പറയും, നിങ്ങൾക്ക് ജയിലിൽ കിടക്കുന്നത് ഓർത്താണല്ലേ വിഷമം, എനിക്ക് എൻ്റെ മകൻ എങ്ങനെയെങ്കിലും ജീവനോടെ ഇവിടെ വന്നാൽ മതിയെന്നും പറഞ്ഞ് അവർ കരയാൻ തുടങ്ങും. എന്നാൽ ഇതേ സമയം സൗത്ത് കൊറിയയിലെ നമ്മുടെ ഹീറോയിൻ്റെ വീട്ടിൽ പുതിയൊരു ഫിംഗർ പ്രിന്റ് ഡോർ വെക്കുകയാണ്. ഇനി നമ്മുടെ ഹീറോയിനിൻ്റെ വീട് ഓപ്പൺ ചെയ്യാൻ അവൾക്കും ഹീറോയ്ക്കും മാത്രമേ കഴിയുള്ളൂ. എന്നിട്ട് അവർ രണ്ടുപേരും പാർക്കിംഗ് ലോട്ടിലൂടെ നടക്കുമ്പോൾ അവൾ അവനോട് പറയും, ലുക്കൊക്കെ ഒന്ന് മാറ്റണം, നമുക്ക് രണ്ടുപേർക്കും ഒന്ന് ഷോപ്പിങ്ങിന് പോയാലോ എന്ന്.
അങ്ങനെ നമ്മുടെ ഹീറോയിൻ അവനെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോകും. ഷോപ്പിലെത്തി നമ്മുടെ ഹീറോയിൻ തന്നെ ഹീറോയ്ക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുക്കും. എന്നാൽ ഡ്രസ്സ് ചെയ്തു വരുന്ന ഹീറോയെ കണ്ട് അവിടെയുള്ള സെയിൽസ് ഗേൾ വരെ അട്രാക്റ്റഡ് ആയി ഹീറോയിനോട് പറയും, നിങ്ങളുടെ ബോയ് ഫ്രണ്ട് വളരെയധികം ക്യൂട്ടാണ്. അതിനുശേഷം അവൾ ഹീറോയ്ക്ക് വേണ്ടി ഒരുപാടധികം ഡ്രസ്സ് വാങ്ങും. ഏകദേശം 2 ലക്ഷം yen അവൾ ഒറ്റ ദിവസം ഹീറോയ്ക്ക് വേണ്ടി പൊടിക്കും. എന്നിട്ട് അവർ രണ്ടുപേരും ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ നേരം നമ്മുടെ ഹീറോ അവൾക്ക് വേണ്ടി ആ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കും. എന്നാൽ അവൾക്ക് പിറകെ വീണ്ടും ആൾക്കാർ വരുന്നത് കണ്ട് ഹീറോ ആ ഡോറും തുറന്നുകൊണ്ട് നിൽക്കുന്നു. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി ആ ഡോറും ഓപ്പണായി നിൽക്കുന്ന ഹീറോയെ കണ്ട് അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടികൾ ആരാടി ഈ ഹാൻസം ബോയ് എന്ന് പറഞ്ഞ് ഹീറോയുടെ വീഡിയോ ഷൂട്ട് ചെയ്യും. ഹീറോയിൻ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന് അവനെയും കൂട്ടിക്കൊണ്ട് തന്റെ ഓഫീസിലേക്ക് പോകും. ഓഫീസിലെത്തുമ്പോൾ അവളുടെ മാനേജർ വന്ന് ഇതാരാ മേഡം എന്ന് ചോദിക്കുമ്പോൾ ഇതെന്റെ പുതിയ ബോഡി ഗാർഡാണെന്ന് പറയും. ഇയാൾ നല്ല ഹാൻസം ആണെന്ന് മാനേജർ തന്റെ കൂട്ടുകാരനോടും. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ ഹീറോയിന്റെ കമ്പനി കണ്ടുപിടിച്ച് ഹീറോയുടെ കൂട്ടുകാരും അവിടെ എത്തി. ഇത്രയും വലിയ കമ്പനിയുടെ ഓണർ ആയിരുന്നു അവളെന്നോർത്ത് അവർ അതിശയപ്പെട്ട് നിൽക്കും. എന്നിട്ട് അവർ എല്ലാവരും കൂടി കമ്പനിയുടെ അകത്തേക്ക് ചെല്ലും. അപ്പോഴേക്കും സെക്യൂരിറ്റി അവരുടെ അടുത്തേക്ക് വന്ന് ചോദിക്കും, നിങ്ങൾക്ക് മേഡത്തെ കാണാൻ അപ്പോയിന്റ്മെന്റ് ഉണ്ടോ? അപ്പോയിന്റ്മെന്റ് ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇവിടെ നിന്നാൽ ആ സെക്യൂരിറ്റിക്കാരുടെ കയ്യിൽ നിന്ന് അടി കിട്ടുമെന്ന് മനസ്സിലാക്കി അവർ നൈസിന് അവിടെ നിന്ന് മുങ്ങും. എന്നാൽ അടുത്ത ദിവസം രാവിലെ നോർത്ത് കൊറിയയിലുള്ള നമ്മുടെ ഫിയാൻസി അവളുടെ കൂട്ടുകാരെ കാണാനായി റെസ്റ്റോറന്റിലേക്ക് വരും. വളരെയധികം ബ്യൂട്ടിഫുൾ ആയാണ് അവൾ അങ്ങോട്ടേക്ക് വരുന്നത്. എന്നാൽ നീയും നിന്റെ ക്യാപ്റ്റനുമായുള്ള കല്യാണം മുടങ്ങി എന്നൊക്കെ കേൾക്കുന്നു, അത് സത്യമാണോ എന്നൊക്കെ ചോദിച്ച് അവളുടെ ജാട ഫ്രണ്ട്സ് അവളെ കുത്തി നോവി. എന്നാൽ നമ്മുടെ സുന്ദരൻ വില്ലന്റെ മാനേജരെയും പോലീസുകാർ അറസ്റ്റ് ചെയ്ത് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൻ പെട്ടു നിൽക്കുമ്പോഴാണ് ഇനി ഫിയാൻസിയുടെ അടുത്തേക്ക് പോകുക മാത്രമാണ് ഒരു വഴിയുള്ളൂ എന്ന് അവൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇതേ സമയം അവിടെ മഴ പെയ്യുമ്പോൾ ഫിയാൻസിയുടെ കൂട്ടുകാർ പറയും, ഞങ്ങളെ വിളിച്ചു കൊണ്ടുപോകാൻ ഞങ്ങളുടെ ഹസ്ബൻഡ് വരും, നിന്നെ വിളിച്ചു കൊണ്ടുപോകാൻ ആരും വരില്ല എന്ന് പറഞ്ഞ് അവളെ കളിയാക്കി. ഇതേ സമയം നമ്മുടെ സുന്ദരൻ വില്ലൻ അങ്ങോട്ടേക്ക് വരും. അവനെ കണ്ട് അവളുടെ കൂട്ടുകാരികൾ പറയും, നോക്കിയേ ആ പയ്യനെ കാണാൻ എത്ര ബ്യൂട്ടിഫുൾ ആണ് എന്ന്. അപ്പോഴേക്കും ഫിയാൻസി ഞാൻ പോകുന്നു എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. എന്നാൽ അപ്പോഴാണ് അവളുടെ കൂട്ടുകാരികൾ കാണുന്നത്. അവർ പറഞ്ഞ ആ പയ്യൻ തങ്ങളുടെ കൂട്ടുകാരിയെ വിളിക്കാനാണ് വരുന്നതെന്ന്. കാറിൽ കയറിയ ഫിയാൻസി അവനോട് പറയും, നിന്റെ പ്രശ്നമൊന്നും എനിക്കറിയില്ല, പക്ഷേ 2 ദിവസം സ്റ്റേ ചെയ്യാനൊരു സ്ഥലം ഞാൻ തരാമെന്ന് പറയും. അങ്ങനെ ഫിയാൻസി അവനെയും കൊണ്ട് തന്റെ സ്ഥലത്തേക്ക് വരും. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി അന്ന് ഈവനിങ് ഒരുമിച്ച് ഡിന്നർ കഴിക്കും. എന്നാൽ ഫിയാൻസി പോയതിനു ശേഷം നമ്മുടെ വില്ലനാകട്ടെ അവളെ മിസ് ചെയ്യാൻ തുടങ്ങും. അവൻ അവളെ ഒന്ന് വിളിച്ചു നോക്കാമെന്നും കരുതി അവളുടെ ഫോൺ നമ്പറിൽ വിളിക്കും. നമ്മുടെ ഫിയാൻസി ഫോൺ എടുക്കില്ല. എന്നാൽ തന്റെ മിസ്ഡ് കോൾ കണ്ട് അവൾ തിരിച്ചു വിളിക്കുമെന്നും കരുതി അവൻ രാവിലെ വരെ ഉണർന്നിരിക്കും. അപ്പോഴേക്കും രാവിലെ ആകുമ്പോൾ നമ്മുടെ ഫിയാൻസി അവനെ വിളിക്കും. നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇങ്ങോട്ടേക്കൊന്ന് വരാമോ എന്ന് അവൻ ചോദിക്കും. അവനാകട്ടെ ഫിയാൻസിയോടുള്ള സ്നേഹം അസ്ഥിക്ക് പിടിച്ചു തുടങ്ങിയിരുന്നു. ഫിയാൻസി അങ്ങനെ റെഡിയായി അവന്റെ അടുത്തേക്ക് പോകാനായി ഒരുങ്ങുമ്പോൾ അവളുടെ അമ്മയും അമ്മാവനും കൂടി അവളോട് പറയും, നമ്മൾ കഴിഞ്ഞ ദിവസം ഹോട്ടലിൽ വെച്ച് കണ്ട പയ്യനെ നിനക്കിഷ്ടമാണോ എന്ന് ചോദിക്കും. ഫിയാൻസി ഒന്നും പറയാതെ ഞാൻ പുറത്തേക്ക് പോകുന്നു എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. അവൾ അവിടെ നിന്ന് നേരെ വന്നത് നമ്മുടെ സുന്ദരൻ വില്ലന്റെ അടുത്തേക്കായിരുന്നു. അവർക്ക് രണ്ടുപേർക്കുമിടയിൽ എന്തോ ഒരു അട്രാക്ഷൻ ബിൽഡ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇതേ സമയം സൗത്ത് കൊറിയയിലെ നമ്മുടെ ഹീറോയിന്റെ മൂത്ത ചേട്ടൻ അവന്റെ അമ്മയെ വന്ന് കണ്ട ശേഷം പറഞ്ഞു, ഹീറോയിൻ നോർത്ത് കൊറിയയിലായിരുന്നെന്ന് എന്റെ അനിയൻ അറിയാമായിരുന്നു. അവൻ മനഃപൂർവ്വം അവളെ ട്രാപ്പ് ചെയ്ത് നിർത്താൻ നോക്കുകയായിരുന്നു എന്ന് അവന്റെ അമ്മയോട് പറയും. ഇത് കേൾക്കുമ്പോൾ അമ്മ ആകെ ഷോക്ക്ഡ് ആവും. എന്നാൽ ഇതേ സമയം കഴിഞ്ഞ ദിവസം നമ്മുടെ ഹീറോ ഷോപ്പിന്റെ ഡോർ ഓപ്പൺ ആക്കി വെച്ച വീഡിയോ അവിടെ എല്ലാം ട്രെൻഡ് ആകും. വീഡിയോസിന്റെ കമന്റ്സ് നമ്മുടെ ഹീറോയിനും വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഒരു കോൾ വരും. അങ്ങനെ ആ കോൾ അറ്റൻഡ് ചെയ്ത ശേഷം ഹീറോ അവളോട് പറയും, ആ വില്ലൻ എവിടെയാണെന്നുള്ള സ്ഥലം എനിക്ക് മനസ്സിലായി, ഞാൻ അവിടേക്ക് പോകാൻ പോവുകയാണ്. അവനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇനി ഒരിക്കലും കാണില്ല എന്ന് പറഞ്ഞ് അവൻ പോകാനായി ഒരുങ്ങുമ്പോൾ ഹീറോയിൻ അവന്റെ ഫോൺ വാങ്ങിയ ശേഷം തന്റെ ഫോൺ നമ്പർ അതിൽ ഫീഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അവനോട് പറയും, ഇതിൽ നോക്കിയാൽ നിനക്ക് എന്റെ ലൊക്കേഷനും അറിയാൻ കഴിയുമെന്ന് പറയും. അങ്ങനെ നമ്മുടെ ഹീറോ ആ വില്ലനെ അന്വേഷിച്ച് സ്ട്രീറ്റിലൂടെ അവനുള്ള സ്ഥലത്തേക്ക് ചെല്ലും. എന്നാൽ അതൊരു ട്രാപ്പായിരുന്നു. അവിടെ കുറെ ഗുണ്ടകൾ ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ഹീറോ ആകട്ടെ അവരെ എല്ലാവരെയും ഇടിച്ച് സെറ്റാക്കും. എന്നാൽ ഇതേ സമയം ായിരിക്കുന്ന ഹീറോയെ ഒന്ന് വിളിച്ചു നോക്കുമെങ്കിലും അവന്റെ ഫോണിൽ കിട്ടില്ല. അപ്പോൾ ഉടനെ തന്നെ അവനുള്ള സ്ഥലത്തേക്ക് പോകാനായി ഒരുങ്ങുമ്പോൾ കള്ള പോലീസുകാരൻ സെക്യൂരിറ്റി വേഷത്തിൽ അങ്ങോട്ടേക്ക് വരും. എന്നാൽ ഇതേ സമയം ഹീറോ എല്ലാ ഗുണ്ടകളെയും ഇടിച്ച് സെറ്റാക്കും. ഹീറോയിൻ അങ്ങനെ ഹീറോയുടെ അടുത്തേക്ക് പോകാനായി വണ്ടിയിൽ കയറാനായി വരുമ്പോഴാണ് തന്റെ വണ്ടിയിൽ ആരോ ഒളിച്ചിരിക്കുന്നത് അവൾ കാണുന്നത്. അവൾ ഉടനെ തന്നെ തന്റെ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടുമെങ്കിലും തന്റെ കയ്യിൽ നിന്ന് അവളുടെ ഫോൺ താഴെ പോകും. ഇതേ സമയം ഹീറോയിൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നറിയാൻ അവൻ ഹീറോയിനെ വിളിക്കുമെങ്കിലും അവൾ ഫോൺ അറ്റൻഡ് ചെയ്യില്ല. എന്നാൽ ആ ഫോൺ ആ വില്ലൻ എടുത്ത ശേഷം ഹീറോയിൻ എന്റെ കയ്യിലാണ്, അവളുടെ ജീവൻ വേണമെങ്കിൽ മര്യാദയ്ക്ക് പാർക്കിംഗ് ലോട്ടിലേക്ക് വരാൻ പറയും.
അങ്ങനെ നമ്മുടെ ഹീറോയിനെ രക്ഷിക്കാനായി ആ പാർക്കിംഗ് ലോട്ടിലേക്ക് ഓടിയെത്തുമ്പോൾ ഗണ്ണുമായി നിൽക്കുന്ന ആ കള്ള പോലീസുകാരൻ ഹീറോയോട് മര്യാദയ്ക്ക് നിന്റെ 2 കൈകളും പൊക്കാൻ. എന്നാൽ ഇതേ സമയം പെട്ടെന്ന് അവിടുത്തെ കറണ്ട് പോകും. അപ്പോൾ ഹീറോയിൻ വിളിച്ച് പറയാൻ അവന്റെ കയ്യിലില്ല, നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോ, എന്റെ കാര്യം നോക്കണ്ട എന്ന്. എന്നാൽ അപ്പോഴേക്കും പിറകിലൂടെ വന്ന് ആരോ ഒരാൾ നമ്മുടെ ഹീറോയിന്റെ വാച്ച് പൊത്തിപ്പിടിക്കും. എന്നാൽ അത് നമ്മുടെ ഹീറോ ആയിരുന്നു. നീ പേടിക്കണ്ട, ഞാൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു സീനോട് കൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും അവരുടെ ജീവിതത്തിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം.